ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുസ്തക വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അമീഷ് ത്രിപാഠിയുടെ ശിവപുരാണത്തിലെ രണ്ടാമത്തെ പുസ്തകമായിട്ടുള്ള നാഗന്മാരുടെ രഹസ്യത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഈ ഒരു പുസ്തകത്തിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ഒരു ശിവപുരാണത്തിലെ ആദ്യത്തെ പുസ്തകമായിട്ടുള്ള മെലൂഹയിലെ ചിരഞ്ജീവികൾ എന്ന പുസ്തകത്തിൻ്റെ കഥ അറിയണം. അപ്പോൾ ആ ഒരു പുസ്തകത്തിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പോയി കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു നാഗന്മാരുടെ രഹസ്യത്തിൻ്റെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ശിവന്റെ ബാല്യകാലത്തെ ഒരു ഓർമ്മയുമായാണ് നാഗന്മാരുടെ രഹസ്യം ആരംഭിക്കുന്നത്. അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയെ രക്ഷിക്കാൻ കഴിയാത്തതിൽ ദുഃഖിതനായിരിക്കുന്ന ശിവനെയാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നീട് വർത്തമാന സമയത്തിലേക്ക് വരുമ്പോൾ സതിയെ ആക്രമിക്കാൻ വന്ന നാഗൻ അനായാസമായി അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും എന്നാൽ അയാൾ വലിച്ചെറിഞ്ഞ ഒരു സ്വർണ്ണ നാണയം ശിവൻ കൈക്കലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ചന്ദ്രവംശികളോടുള്ള ശിവന്റെ അനുഭാവം ദക്ഷനെ ഇഷ്ടപ്പെടാതെ വരുന്നുണ്ട്. പിന്നീട് നാഗന്മാരെ അന്വേഷിച്ച് കാശിയിലേക്ക് പോകാനായി ശിവൻ തീരുമാനിക്കുന്നുണ്ട്. ദക്ഷനെ ഭാരതരാജാവാക്കി വാഴിക്കുകയും ദിലീപനെ സ്വദീപിന്റെ ചക്രവർത്തിയായിട്ട് ശിവൻ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരു കൂട്ടർക്കും നഷ്ടമില്ലാത്തൊരു രീതിയിൽ ശിവൻ കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കുന്നു. ദിലീപന്റെ മകനായ ഭഗീരഥന്റെ ജീവൻ രക്ഷിക്കുകയും അവനെ തന്നോടൊപ്പം കാശിയിലേക്ക് വരാനായി ശിവൻ ഉത്തരവിടുകയും ചെയ്യുന്നുണ്ട്. യാത്രയിലുടനീളം ജനപ്രഭു എന്നറിയപ്പെടുന്ന നാഗനും അയാളുടെ പടയാളികളും സതിയെയും ശിവനെയും രഹസ്യമായി പിന്തുടരുന്നുണ്ട്. മഗധയിലെ കാടിനുള്ളിൽ വെച്ച് ഒരു സ്ത്രീയെയും മകനെയും ഉപദ്രവിക്കുന്ന സൈനികരിൽ നിന്ന് ആ നാഗൻ ആ സ്ത്രീയെ രക്ഷിക്കുന്നുണ്ട്. അവിടെ തന്നെയുള്ളൊരു നരസിംഹ ക്ഷേത്രത്തിൽ വെച്ച് ശിവൻ മറ്റൊരു വാസുദേവനെ കാണുന്നുമുണ്ട്. ഈ ലോകത്തിലെ എല്ലാ ജീവിത രീതികളുടെയും അടിസ്ഥാനം പുരുഷത്വവും സ്ത്രൈണതയുമാണെന്ന് ആ ഒരു ബ്രാഹ്മണൻ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് ശിവന്. അതായത് പുരുഷത്വം നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലും സ്ത്രൈണത സ്വാതന്ത്ര്യത്തിൻ്റെയും മാറ്റങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഈ രണ്ട് സംസ്കൃതിയുടെയും തുലനമാണ് എല്ലാവരിലും വേണ്ടതെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആനന്ദമയി എന്ന ദിലീപ് പുത്രിക്ക് പർവ്വതേശ്വരനോട് ഇഷ്ടം തോന്നുകയും എന്നാൽ ബ്രഹ്മചാരി ആയതുകൊണ്ട് തന്നെ പർവ്വതേശ്വരൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. മഗധയിലെ കുമാരനുമായിട്ടുള്ള യുദ്ധത്തിൽ ജനപ്രഭു എന്ന നാഗനെ പരിക്കേൽക്കുകയും തൻ്റെ മരുമകന് പരിക്കേറ്റുവെന്ന് അറിഞ്ഞു വരുന്ന നാഗറാണി തിരികെ പഞ്ചവടിയിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് സൈനികരോട് ഉത്തരവിടുകയും ചെയ്യുന്നുണ്ട്. കാശിയിലെ അസിഘട്ടിന് എങ്ങനെയാണ് ആ പേര് ലഭിച്ചതെന്ന് പിന്നീട് ശിവനോട് ഭഗീരഥൻ വിവരിച്ചു കൊടുക്കുന്നുമുണ്ട്. രുദ്രഭഗവാൻ അസുരന്മാരെ വധിക്കുകയും ദേവാസ്ത്രങ്ങളുടെ ഉപയോഗം നിരോധിക്കുകയും ചെയ്ത സ്ഥലമാണിതെന്നും ശിവൻ അറിയുന്നുണ്ട്. അവിടെ മരണം വരിക്കുന്നവർക്ക് മോക്ഷം ലഭിക്കുമെന്ന രുദ്രഭഗവാന്റെ വാക്കുകൾ ഒരു വിശ്വാസമായിട്ട് നിലനിൽക്കുന്നുണ്ടെന്നും ഭഗീരഥൻ അറിയിക്കുന്നു. ബ്രഹ്മന്മാരിൽ നിന്നുള്ള അഭയാർത്ഥികൾ കാശിയിലെ ജനഹിതത്തിനെതിരായി പ്രവർത്തിക്കുന്നതുമൂലം ജനരോക്ഷത്തെ അടക്കാൻ വേണ്ടി സൂര്യവംശികൾ ബ്രഹ്മന്മാരെ ആക്രമിക്കാനായിട്ട് നിർബന്ധിതരാവുന്നുണ്ട്. ബ്രഹ്മന്മാർ മയിലുകളെ കൊന്ന് ആ പക്ഷിയുടെ ചോര തങ്ങളുടെ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് പർവ്വതേശ്വരനും ഭഗീരഥനും മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ പർവ്വതേശ്വരന് ബ്രഹ്മന്മാരിൽ നിന്നും സാരമായിട്ട് പരിക്കേൽക്കുന്നു. സോമരസം കൊടുത്തിട്ടും ആ പരിക്ക് ഭേദമാകാതെ വരുമ്പോൾ ബ്രഹ്മന്മാരുടെ നേതാവായ ദിവോദാസ് ഒരു പ്രത്യേക മരുന്ന് ഭഗീരഥന്റെ കയ്യിൽ കൊടുത്തയക്കുകയും അത് പർവ്വതേശ്വരന്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. സഞ്ജീവനി കൊണ്ട് നിർമ്മിച്ച ആ മരുന്നിലെ മറ്റൊരു ചേരുവ നാഗന്മാരുടെ രാജ്യത്ത് മാത്രം ലഭിക്കുന്ന ഒന്നാണെന്ന് ശിവൻ പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്. അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ദിവോദാസിനെ നേരിട്ട് കാണാനായി ഏർപ്പാട് ചെയ്യുന്നുമുണ്ട്. എല്ലാ വേനൽക്കാലത്തും ബ്രഹ്മന്മാർക്ക് ഒരു പ്രത്യേകതരം രോഗം വരുന്നുണ്ടെന്നും നാഗന്മാർ നൽകുന്ന മരുന്ന് കൊണ്ട് മാത്രമാണ് അത് ഭേദമാവാറുള്ളൂ എന്നും ദിവോദാസ് പറയുന്നു. ഇതിന് പകരമായി ബ്രഹ്മന്മാരുടെ ചക്രവർത്തി നാഗന്മാർക്ക് സ്വർണ്ണ നാണയങ്ങൾ നൽകാനായി നിർബന്ധിതനാവാറുണ്ടെന്നും ദിവോദാസ് പറയുന്നു. ആ മാറാരോഗത്തിന്റെ കാരണവും മറ്റും അറിയാനായി ശിവൻ ബ്രഹ്മന്മാരുടെ രാജ്യത്തിലേക്ക് പുറപ്പെടുന്നു. കാശിയിൽ വെച്ച് തങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകാൻ ഇതിനിടയിൽ സതിയും ശിവനും തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തം പേരക്കുഞ്ഞിനെ കാണാനായി ദക്ഷ മഹാരാജും അവിടേക്ക് വരുന്നുണ്ട്. തൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ പോലെ ജനിക്കാൻ പോകുന്ന കുഞ്ഞും ചാപിള്ളിയായി തീരുമോ എന്ന ചിന്ത സതിയെ വേട്ടയാടുന്നു. കുഞ്ഞിന്റെ ആരോഗ്യപൂർണമായ ജനനത്തിനു വേണ്ടി വാസുദേവന്മാർ ശിവന് ഒരു ഔഷധം നൽകുന്നു. ആ ഔഷധത്തിന്റെ ഫലമായി തന്നെ അവർക്ക് കാർത്തികേയൻ എന്ന ആരോഗ്യശാലിയായ ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നുണ്ട്. ആനന്ദമായി പർവ്വതേശ്വരന്റെ പ്രണയം നേടിയെടുക്കാനായി വളരെയധികം പ്രയത്നിക്കുന്നത് കണ്ട് ഭഗീരഥൻ അതിശയപ്പെടുന്നുണ്ട്. കാർത്തികേയന് നൽകാനായി ദക്ഷൻ ആവശ്യത്തിൽ കൂടുതൽ സോമരസം കൊണ്ടുവരുന്നത് ശിവനും സതിയും എതിർക്കുന്നുണ്ട്.
സോമരസം നിർമ്മിക്കുന്ന കേന്ദ്രം നശിച്ചതുകൊണ്ട് ഒരാൾക്ക് ആവശ്യത്തിൽ കൂടുതൽ നൽകുന്നത് നിയമലംഘനമാണെന്ന് സതി പറയുന്നുണ്ട്. എന്നാൽ മെലൂഹയിൽ രഹസ്യമായി മറ്റൊരു സോമരസ നിർമ്മാണ കേന്ദ്രമുണ്ടെന്നും അതിനാൽ തന്നെ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും ദക്ഷൻ സതിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. കാർത്തികേയന്റെ ജനനത്തിനായി വാസുദേവന്മാർ നൽകിയത് നാഗന്മാരുടെ ഔഷധമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവർ തിന്മയുടെ ഭാഗത്താണോ എന്ന് ശിവൻ സംശയിക്കുന്നു. ശിവന്റെ ബാല്യകാല സ്മരണയിലൂടെ അവന്റെ അമ്മാവൻ ഒരു വായുപുത്രനായിരുന്നെന്നും അദ്ദേഹത്തിന്റെ പക്കലുള്ള വിശേഷപ്പെട്ട ഔഷധം ബാലനായിരുന്ന ശിവന് കഴിക്കാനായി നൽകുകയും പിന്നീട് അവൻ നിയോഗിക്കപ്പെട്ടവനാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. തന്റെ മകനെയും ഭാര്യയെയും വിട്ട് ശിവൻ ബ്രങ്കയിലേക്ക് നാഗന്മാരെ തിരക്കി പുറപ്പെടുന്നു. ജനപ്രഭു എന്ന നാഗൻ സതിയുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടി തങ്ങളുടെ മരുന്ന് നൽകിയതാണെന്ന് നാഗറാണി പിന്നീട് അറിയുന്നുണ്ട്. സതിയെ കാണാനായി ആ നാഗൻ കാശിയിലേക്ക് പുറപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നുമുണ്ട്. ബ്രങ്കയിൽ ഉമ്മ എന്ന സേനാധിപതി ശിവന്റെ യാത്രാ സംഘത്തെ അകത്തേക്ക് കയറ്റിവിടാനായി വിസമ്മതിക്കുകയും ഒടുവിൽ ശിവൻ സ്വയം താൻ നീലകണ്ഠനാണെന്ന് അവരെ അറിയിക്കുകയും ചെയ്യേണ്ടി വരുന്നു. അത് കാണുമ്പോൾ അവർ നീലകണ്ഠനെ വണങ്ങുകയും എന്തുകൊണ്ടാണ് ഇത്രയും നാളുകളായി തങ്ങളെ സഹായിക്കാൻ വരാതിരുന്നതെന്ന് പറഞ്ഞ് കരയുകയും ചെയ്യുന്നുണ്ട്. അതിഥിഗ്വരാജൻ പ്രവേശനം നിഷേധിച്ച് കിഴക്ക് ഭാഗത്തെ കൊട്ടാരത്തിലേക്ക് പലപ്പോഴായിട്ട് പോകുന്നത് സതിയിൽ സംശയമുണ്ടാക്കുന്നുണ്ട്. അദ്ദേഹത്തെ പിന്തുടർന്ന സതി ഒരു നാഗയായ സഹോദരി അദ്ദേഹത്തിനുണ്ടെന്നും ആരും അറിയാതെ അവളെ അവിടെ പാർപ്പിച്ചിരിക്കുകയാണെന്ന് കണ്ടെത്തുന്നുമുണ്ട്. എന്നാൽ തങ്ങൾ നിസ്സഹായരാണെന്നും അംഗവൈകല്യത്തിന്റെ പേരിൽ അവിടുത്തെ നിയമങ്ങൾ തങ്ങളെ നരകിപ്പിക്കുകയാണെന്നും മായ എന്ന നാഗസ്ത്രീ സതിയോട് വിശദീകരിക്കുന്നു. പിന്നീട് ഇത് മറ്റാരോടും പറയരുതെന്നും ആ രാജൻ സതിയോട് അപേക്ഷിക്കുന്നുണ്ട്. പരശുരാമൻ എന്ന കൊള്ളക്കാരന്റെ പക്കൽ നാഗന്മാരുടെ കയ്യിലുള്ള അതേ ഔഷധം ഉണ്ടെന്നറിഞ്ഞ് ശിവൻ പടയാളികളെയും കൂട്ടി അങ്ങോട്ട് പുറപ്പെടുന്നു. അതേസമയം ഇച്ചാവർ എന്ന കാശിയിലെ നഗരത്തിൽ നരഭോജികളായ സിംഹങ്ങളുടെ ആക്രമണങ്ങളെക്കുറിച്ച് സതി അറിയുകയും അവയെ പിടിക്കാനായി അങ്ങോട്ടേക്ക് പുറപ്പെടുകയും ചെയ്യുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിതാമഹന്മാർ ചെയ്ത പ്രതിജ്ഞ കൊണ്ടാണ് പർവ്വതീശ്വരൻ തന്നോടുള്ള പ്രണയം മറച്ചുപിടിക്കുന്നതെന്ന് ആനന്ദമയി അയാളോട് പറയുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ പർവ്വതീശ്വരൻ പോവുകയാണ് ചെയ്യുന്നത്. ഒരു നീണ്ട യുദ്ധത്തിലൂടെയാണ് ശിവൻ ക്രൂരനായ പരശുരാമനെ കീഴടക്കുന്നത്. ഇതിനിടയിൽ ദ്രബകു എന്ന പടയാളിക്ക് വളരെ ആഴത്തിലുള്ളൊരു മുറിവും പരശുരാമനിൽ നിന്നുണ്ടാകുന്നുണ്ട്. അയാൾ മരിച്ചു പോവുകയും ചെയ്യുന്നു. എന്നാൽ ശിവനെ ഇത് കോപിഷ്ഠനാക്കുകയും പരശുരാമനെ കൊല്ലാനൊരുങ്ങുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഒരു വാസുദേവനാണെന്ന സത്യം മനസ്സിലാക്കുന്നത്. ശിവൻ നീലകണ്ഠനാണെന്നും പരശുരാമൻ മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. ആ സത്യം തിരിച്ചറിയുമ്പോൾ പരശുരാമന് തൻ്റെ തെറ്റിൽ കുറ്റബോധം തോന്നുകയും ചെയ്യുന്നുണ്ട്. ഇച്ഛാവറിലെ യുദ്ധത്തിൽ മരണപ്പെടുന്ന സാഹചര്യത്തിൽ സതിയെ സഹായിക്കാനായി നാഗന്മാർ വരികയും സിംഹങ്ങളെ കൊന്ന് അവളെ രക്ഷിക്കുകയും ചെയ്യുന്നു. ജനപ്രഭു എന്ന നാഗൻ സതിയാൽ ഉപേക്ഷിക്കപ്പെട്ട മകൻ ഗണേശനാണെന്നും നാഗറാണി ദക്ഷൻ ഉപേക്ഷിച്ച സതിയുടെ ഇരട്ട സഹോദരിയാണെന്നുമുള്ള സത്യം അവർ തുറന്നു പറയുന്നു. ദക്ഷൻ തന്നോട് മകൻ മരിച്ചെന്ന കള്ളം പറഞ്ഞതാണെന്ന് അവൾ മനസ്സിലാക്കുകയും ഗണേശനെ വാരിപ്പുണരുകയും ചെയ്യുന്നുണ്ട്. ഭ്രഗന്മാരുടെ രോഗം ശമിപ്പിക്കാനുള്ള ഔഷധം അവർക്ക് നൽകാമെന്ന് പരശുരാമൻ ശിവനോട് പറയുന്നുണ്ട്. പണ്ടെങ്ങോ ചെയ്ത പ്രതിജ്ഞയുടെ പേരിൽ ആനന്ദമയുടെ പ്രണയം ഉപേക്ഷിക്കരുതെന്ന് ശിവൻ പർവ്വതേശ്വരനോട് അപേക്ഷിക്കുമ്പോൾ അദ്ദേഹം അത് സ്വീകരിക്കുന്നുണ്ട്. പിന്നീട് പരശുരാമൻ നാഗന്മാർ അനീതിക്കെതിരെ പോരാടുന്നവരാണെന്നും നന്മയുള്ളവരാണെന്നും ശിവനെ അറിയിക്കുന്നുണ്ട്. നാഗന്മാരുടെ രഹസ്യം അന്വേഷിച്ചാണ് ശിവൻ വന്നിരിക്കുന്നതെന്ന് പരശുരാമൻ കരുതുന്നുണ്ട്. ഗണേശനെയും കാളിയെയും കാശിയിലേക്ക് കൊണ്ടുപോകാൻ സതി ആഗ്രഹിക്കുന്നു. എന്നാൽ സാധുക്കളായ ജനങ്ങളെ നാഗന്മാർ ഉപദ്രവിക്കുന്നത് ഒരു തെറ്റാണെന്ന് സതി പറയുമ്പോൾ ഞങ്ങൾ തെറ്റു ചെയ്തവരെ മാത്രമേ ഉപദ്രവിച്ചിട്ടുള്ളൂ എന്ന് കാളി മറുപടി പറയുന്നു. നാഗന്മാരുടെ ഭാഗം കേട്ടാൽ മാത്രമേ അവർ നന്മയാണോ അതോ തിന്മയുടെ ഭാഗത്താണോ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഒരു വാസുദേവൻ ശിവനോട് പറയുന്നുണ്ട്. കാശിയിലേക്ക് മടങ്ങിയെത്തിയ ശിവനോട് കാളിയെക്കുറിച്ചും ഗണേശനെക്കുറിച്ചും സതി അറിയിക്കുമ്പോൾ ശിവൻ ആ വാർത്ത വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. എന്നാൽ ഗണേശനാണ് ബൃഹസ്പതിയെ കൊന്ന നാഗനെന്ന് തിരിച്ചറിയുന്ന ശിവൻ വളരെയധികം കോപിഷ്ഠനാവുകയും തൻ്റെ ഭാര്യയുടെ മകനായതുകൊണ്ട് മാത്രം കൊല്ലാതെ വെറുതെ വിടുന്നു എന്നും ഗണേശനോട് പറയുന്നു. എന്നാൽ ആ നാട്ടിൽ നിന്ന് എന്നേക്കുമായി പോകാനായി ശിവൻ ഗണേശനോട് ആജ്ഞാപിക്കുന്നു. ഇത് സതി അനുവദിക്കാതിരിക്കുമ്പോൾ കാർത്തികേയനെയും എടുത്തുകൊണ്ട് ശിവൻ അവിടെ നിന്നും കോപിഷ്ഠനായി ഇറങ്ങിപ്പോകുന്നു. തൻ്റെ അമ്മയുടെ വിവാഹ ജീവിതത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായി ഗണേശൻ അവിടെ നിന്നും പോകാനായി തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ ഉദ്യാനത്തിൽ ഒറ്റയ്ക്ക് കളിക്കുകയായിരുന്ന കാർത്തികേയനെ സിംഹങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ഗണേശൻ ജീവൻ പോലും പണയം വെച്ച് രക്ഷിക്കുകയും
ആ യുദ്ധത്തിൽ അവൻ മൃതപ്രായനാവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ശിവനോട് ഗണേശൻ പരശുരാമനെയും മറ്റുള്ളവരെയും രക്ഷിച്ച കാര്യം വീരഭദ്രൻ പറയുന്നുണ്ട്. ഗണേശൻ ഒരിക്കലും തിന്മയ്ക്ക് കൂട്ടുനിൽക്കില്ലെന്നും കൂടി അവൻ അറിയിക്കുന്നു. പരിക്ക് ഭേദമാകുമ്പോൾ അവിടെ നിന്നും പോകാനായി ഗണേശൻ തീരുമാനിക്കുകയും ഈ വിവരം തൻ്റെ ചെറിയമ്മയായ കാളിയെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ദക്ഷന്റെ സത്യാവസ്ഥ അറിയാനായി ഗണേശനെയും കാളിയെയും സതി ദക്ഷന് മുന്നിൽ കൊണ്ടുവരികയും തന്നോട് നുണ പറഞ്ഞതിന് പിന്നിലെ കാരണം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ദക്ഷൻ അവരെ വിരൂപികളെന്നും മുജ്ജന്മ പാപഫലമാണ് അവരുടെ ഈ വിരൂപമെന്നും പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഗണേശനോടൊപ്പം പഞ്ചവടയിൽ പോയി സതി കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് താൻ നുണ പറഞ്ഞതെന്നും സതിയുടെ മുൻ ഭർത്താവിനെ കൊന്നത് ദക്ഷനാണെന്നും അപ്പോൾ സതി അറിയുന്നു. എന്നാൽ വാസുദേവന്മാരോടൊപ്പം ചേർന്ന് ശിവൻ സതിയെ തനിക്ക് നേരെ തിരിക്കുകയാണെന്ന് പറഞ്ഞ് ദക്ഷൻ ശിവനോട് കോപിക്കുന്നു. ചന്ദ്രവംശികളുടെ രാജ്യത്തെ മെലൂഹയിലേക്ക് ചേർക്കാൻ വേണ്ടി വെറുമൊരു കാട്ടാളനായിരുന്ന ശിവനെ താനാണ് നീലകണ്ഠനാക്കി മാറ്റിയതെന്ന് ദക്ഷൻ പറയുമ്പോൾ സതി അയാളോട് ദേഷ്യത്തോടെ പുറത്തു പോകാനായി ആക്രോശിക്കുന്നുണ്ട്. നാഗന്മാരുടെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെക്കുറിച്ചുള്ള ശിവന്റെ തെറ്റിദ്ധാരണയ്ക്ക് മാറ്റം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് കാളി ശിവനെ പഞ്ചവടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായി അനുവാദം ചോദിക്കുന്നു. വളരെയധികം തടസ്സങ്ങൾ നിറഞ്ഞൊരു പാതയിലൂടെയാണ് അവർ പഞ്ചവടിയിലേക്ക് സഞ്ചരിച്ചത്. എന്നാൽ പഞ്ചവടിയിലേക്ക് എത്താറാവുമ്പോഴേക്കും അവരുടെ സൈന്യത്തിനു നേരെ വലിയൊരു ആക്രമണം നടക്കുന്നുണ്ട്. തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് കാളി ശിവനോട് പറയുന്നു. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും തങ്ങളെയും പഞ്ചവടിയെയും നശിപ്പിക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ടെന്ന് ശിവൻ എല്ലാവരെയും അറിയിക്കുന്നു. അവരുടെ പക്കൽ ദിവ്യാസ്ത്രങ്ങളുണ്ടെന്ന കാര്യവും മനസ്സിലാക്കുന്നു. പഞ്ചവടിയിലെത്തുമ്പോൾ നാഗന്മാരുടെ രഹസ്യം എന്താണെന്ന് അറിയാനായി തിടുക്കം കൂട്ടുന്ന ശിവനെ കാളിയും ഗണേശനും ഒരു പാഠശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഒരിക്കൽ തനിക്ക് നഷ്ടപ്പെട്ടു എന്നു കരുതിയ സുഹൃത്ത് ബൃഹസ്പതിയെ കാണുമ്പോൾ ശിവൻ ഞെട്ടിത്തെരിച്ചു പോകുന്നുണ്ട്. നാഗന്മാരുടെ രഹസ്യമെന്ന ഈ പുസ്തകം അവസാനിക്കുന്നത് ഇവിടെ വെച്ചാണ്. കഥയുടെ അവസാന ഭാഗത്തെക്കുറിച്ച് പറയുന്നത് വായുപുത്രന്മാരുടെ പ്രതിജ്ഞ എന്ന 3ാമത്തെ പുസ്തകത്തിലാണ്. അപ്പോൾ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാനും മഹാദേവന്റെ യാത്രയുടെ അവസാനം പറഞ്ഞു തരാനും ഞാൻ ഉടനെ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും.